വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോനിംസ് എന്ന് പറയുന്ന ഭാഷാ പ്രവണതയാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ അതിപ്രധാനമായൊരു പ്രവണതയാണ് എപ്പോനിംസ്. എപ്പോനിംസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഭാഷാ പ്രയോഗം ഉണ്ടാകുക. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ഭാഷാ പ്രയോഗമുണ്ട്. ഉദാഹരണം, സ്പൂണറിസം. സ്പൂണറിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ വില്യം ആർച്ചിബാൾഡ് സ്പൂണർ എന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് സ്പൂണറിസം. എന്താണ് ഈ സ്പൂണറിസം എന്ന് പറഞ്ഞാൽ? swapping the first sounds of words. Spoonerism simply means swapping the first sounds of words. അടുത്തടുത്തുള്ള വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ മാറിപ്പോകുമ്പോൾ സ്പൂണറിസം സംഭവിക്കുന്നു. അടുത്തടുത്തുള്ള വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ, ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ മാറിപ്പോകുമ്പോൾ സ്പൂണറിസം സംഭവിക്കും. ഇതൊരു ഭാഷാ വൈകല്യമായി കാണുന്നവരുണ്ട്. പക്ഷേ ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. കേൾക്കുന്നവർക്ക് രസം തോന്നും. ഇത്തരം രസങ്ങളല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തരം രസങ്ങളാണ്. പലപ്പോഴും ചിരിക്കാൻ തോന്നും. സ്പൂണറിസം കേട്ടാൽ നമുക്ക് ചിരിക്കാൻ തോന്നും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ബണ്ണി ഫോൺ. എങ്ങനെ ഇരിക്കുന്നു? ബണ്ണി ഫോൺ. പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത് എന്താ? ആദ്യത്തെ ബിക്ക് പകരം എഫ് വന്നാൽ എങ്ങനെയിരിക്കും? ഫണ്ണി. ഇനിയും ആ ഫോണിലെ ഫാസ്റ്റ് ശബ്ദം മാറ്റിക്കഴിഞ്ഞാൽ ബോൺ ആകും. അപ്പം എങ്ങനെ ഉദ്ദേശിച്ചത്? ഫണ്ണി ബോൺ. ഫണ്ണി ബോൺ എന്നതാണ് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ബണ്ണി ഫോണായി. ഇതാണ് സ്പൂണറിസം. ഒരു എക്സാമ്പിൾ പറയാം. സം കൂൺ. ആ എസ് മാറ്റി ഞാൻ കൂണിൻ്റെ സി ആദ്യം എടുക്കുന്നു, അപ്പോൾ കമ്മാകും. എസ് എടുത്ത് അപ്പുറത്തോട്ട് ഇടുന്നു, അപ്പോൾ സൂണാകും. കം സൂൺ. അപ്പം ബണ്ണി ഫോൺ എന്നുള്ളത് നമ്മൾ ചിരിപ്പിക്കും. ഫണ്ണി ബോൺ എന്ന് പറയുന്നതിന് പകരം ബണ്ണി ഫോൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചിരിക്കുകയാണ്. അതുപോലെ കം സൂണിന് പകരം സം കൂൺ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു ചിരി തോന്നും. എന്താണിത്? ഇതെന്താ ഭാഷയാണെന്ന് തോന്നിപ്പോ. പക്ഷെ ഉദ്ദേശിച്ചത് സം കൂൺ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് സ്പൂണറിസത്തെ കുറിച്ചാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയാം. മലയാളത്തിലൊരു സ്പൂണറിസം കേൾക്കണ്ടേ? മലയാളത്തിലൊരു സ്പൂണറിസം വേണേൽ പറയാം. മാറി ഓടി. പറഞ്ഞ ആളെന്താ ഉദ്ദേശിച്ചത്? ഓടി മാറി. മാറി ഓടി, ഓടി മാറി എന്നതിന് പകരം പിസിൽ മടിച്ചു. വല്ല സെൻസും ഉണ്ടോ? നോൺ സെൻസിക്കല്ലേ. പിസിൽ മടിച്ചു. പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത് മസിൽ പിടിച്ചു. ഇങ്ങനെ നിങ്ങൾക്കും സ്പൂണറിസം ഉണ്ടാക്കാം. കേൾക്കുന്ന ആളുകൾക്കും സ്പൂണറിസം. ഇന്നുപോലെ കുട്ടികളെല്ലാം സ്പൂണറിസം ഉണ്ടാക്കണം. ഭാഷയിലെ പ്രവണത രസകരമായ കോൺവെർസേഷനിലേക്ക് നയിക്കും. സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്പൂണറിസം കൊണ്ടുവരണം. അപ്പോൾ കേൾക്കുന്നവർക്ക് രസം തോന്നും. എന്താ എന്ന് അവർക്ക് പിന്നെ കണ്ണു തള്ളിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയില്ല എന്താണെന്ന്. ഇനി രണ്ടാമത് ഞാൻ പറയുന്നത് മാലപ്രോപ്പിസം. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, മാലപ്രോപ്പിസം. ഈ മാലപ്രോപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡ്രാമയായ ദ റൈവൽസ്. ഷെരിഡൻ എന്ന് പറഞ്ഞ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു നാടകകൃത്താണ് ഷെരിഡൻ്റെ പ്രസിദ്ധമായ
ഒരു നാടകമാണ് ദ റൈവൽസ്. ആ ദ റൈവൽസിലൊരു കഥാപാത്രമാണ് മാലപ്രോപ്പ്, മിസ്സിസ് മാലപ്രോപ്പ്. ഈ മാലപ്രോപ്പ് വളരെ ഹ്യൂമറസ് ആയിട്ട് വാക്കുകൾ മിസ്യൂസ് ചെയ്യും. മിസ്യൂസ് ഓഫ് വേർഡ്സ് ആണിത്. ഞാൻ ചില എക്സാമ്പിൾ പറയാം, കേട്ടുകൊള്ളൂ. പ്ലീസ് പ്രൊസീഡ്, വല്ല സെൻസും ഉണ്ടോ? മിസ്യൂസ് അല്ലേ? എന്താ ഉദ്ദേശിച്ചത്? പ്ലീസ് പ്രൊസീഡ്. പ്ലീസ് പ്രൊസീഡിന് പകരം പ്ലീസ് പ്രൊസീഡ് എന്ന് പറയുമ്പോൾ ഒരു മിസ്യൂസ് ഓഫ് വേർഡ്സ് ആയി. ഫിസിക്കൽ ഇയർ ഉദ്ദേശിച്ചത് ഫിസിക്കൽ ഇയർ. ഫിസിക്കൽ ഇയറിനെയാണ് ഫിസിക്കൽ ഇയർ എന്ന് പറഞ്ഞ് മാലപ്രോപ്പിസ് ഉണ്ടാക്കിയത്. വേറൊരു സെൻറ്റൻസ് കേട്ടുള്ള രസകരമായ സെൻറ്റൻസ്, ഈസ് ദ പൈനാപ്പിൾ ഓഫ് ഹിസ് മദേഴ്സ് ഐസ്. ഹീസ് ദ പൈനാപ്പിൾ ഓഫ് ഹിസ് മദേഴ്സ് ഐസ്. എന്താ ഉദ്ദേശിച്ചത്? ഈസ് ദ ആപ്പിൾ ഓഫ് ഹിസ് മദേഴ്സ് ഐസ്. ഈസ് ദ ആപ്പിൾ ഓഫ്. അപ്പോൾ ആപ്പിളിന് പോലും പൈനാപ്പിൾ വന്നപ്പോഴത്തേക്ക് ഒരു ഹ്യൂമറസ് പ്രയോഗമായിട്ട് അതിന് തോന്നുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ. ഇതാണ് മാലപ്രോപ്പിസം. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഈസ് എ പൈനാപ്പിൾ ഓഫ് പൊളൈറ്റ്. ഞാൻ പൈനാപ്പിൾ തന്നെ എടുക്കുകയാണ്. ഈസ് എ പൈനാപ്പിൾ ഓഫ് പൊളൈറ്റ്നസ്. എന്താ അവിടെ പറ്റിയത്? പൈനാപ്പിൾ അവിടെ ആപ്പിളല്ല. ഈസ് എ പിനക്കിൾ ഓഫ് പൊളൈറ്റ്നസ്. ഹീസ് എ പിനക്കിൾ ഓഫ് പൊളൈറ്റ്നസ് പകരം അവിടെ പൈനാപ്പിൾ കയറി വന്നു. ഈ രീതിയിൽ മിസ്യൂസ് ഓഫ് വേർഡ്സ് ആണ് മാലപ്രോപ്പിസം. അതിൻ്റെ ഉടമസ്ഥ ആരാണ്? മിസ്സിസ് മാലപ്രോപ്പ്. ആരാണ് മിസ്സിസ് മാലപ്രോപ്പ്? ദ റൈവൽസ് എന്ന നാടകത്തിലെ കഥാപാത്രമാണ് മിസ്സിസ് മാലപ്രോപ്പ്. എപ്പോഴും അവർ വാക്കുകൾ മിസ്യൂസ് ചെയ്യും. ഞാൻ മലയാളത്തിൽ ഒന്നിട്ട് മാലപ്രോപ്പിസം പറയാം, കുട്ടികൾക്ക് അത് അനുകരിക്കാം. വർണ്ണനിറം. എന്താ ഉദ്ദേശിച്ചത്? സ്വർണ്ണനിറം. സ്വർണ്ണ നിറത്തിന് പകരം വർണ്ണനിറം എന്ന് പറയുമ്പോൾ അവിടെ മാലപ്രോപ്പിസം സംഭവിക്കുന്നു. പുഴ പെയ്തു. അയ്യോടാ, എന്താ പറഞ്ഞത്? മഴ പെയ്തു. മഴ പെയ്തു എന്ന് പറഞ്ഞ പുഴ പെയ്തു. വെള്ളം കടിക്കണം. എന്തായിരിക്കും? കേട്ടാലറിയാം, വെള്ളം കുടിക്കണം. അപ്പം ഈ രീതിയിൽ മാലപ്രോപ്പിസം ആളുകൾ സംഭാഷണങ്ങളിൽ കടത്തിവിടുമ്പോൾ ആ സംഭാഷണം ലൈവ്ലിയാകും, ഹ്യൂമറസ് ആകും, ആ സംഭാഷണത്തിന് ജീവൻ വെക്കും. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത്. ഒന്ന് സ്പൂണറിസം, രണ്ട് മാലപ്രോപ്പിസം. ജൂലിയസ് സീസർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജൂലിയസ് സീസർ റോമൻ ചരിത്രത്തിലെ അതിപ്രധാനമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ് ജൂലിയസ് സീസർ. ഷേക്സ്പിയർ ഒരു നാടകം തന്നെ എടുത്തിട്ടുണ്ട്, ജൂലിയസ് സീസർ. ജനറലായിരുന്നു, റോമൻ എംപററായിരുന്നു. ജൂലിയസ് സീസറിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു എപ്പോനിമാണ് സിസേറിയൻ. സിസേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. സിസേറിയൻ സെക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സർജിക്കൽ ഓപ്പറേഷൻ അല്ലേ ഫോർ ഡെലിവറി ഓഫ് എ ചൈൽഡ്. സർജിക്കൽ ഓപ്പറേഷനാണത്. ബൈ കട്ടിങ് ത്രൂ ദ വാൾ ഓഫ് ദി മദേഴ്സ് അബ്ഡമൻ. ഈ സിസ്റ്റമാണ് സേഫായിട്ട് ഇന്ന് പ്രസവം നടത്താൻ ഉപയോഗിക്കുന്നത്. ജൂലിയസ് സീസറിനെ ഇങ്ങനെയാണ് പുറത്തെടുത്തതെന്നാണ് ഒരു കഥ. അതുകൊണ്ടാണ് സിസേറിയൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സീസറിൽ നിന്ന് വന്ന വാക്കായതുകൊണ്ട് സിസേറിയൻ. നല്ല എക്സാമ്പിളാണ് എപ്പോനിമിൻ്റെ. അപ്പം സ്പൂണറിൽ നിന്ന് വന്നുകൊണ്ട് സ്പൂണറിസം വന്നു, എപ്പോനിമാണ്. മാലപ്രോപ്പിൽ നിന്ന് വന്നുകൊണ്ട് മാലപ്രോപ്പിസമായി, എപ്പോനിമാണ്. മൂന്നാമത്തെ എപ്പോനിം ഞാൻ പറഞ്ഞത് സിസേറിയൻ. ഇനി മറ്റൊരു എപ്പോനിം കേട്ടുള്ളൂ, അക്കിലീസ് ഹീൽ. അക്കിലീസ് ഹീൽ. ആരായിരുന്നു അക്കിലീസ് എന്നറിയാവോ? ഗ്രീക്ക് മിതോളജിക്കൽ ഹീറോ ആണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു വലിയ വീരനായകനാണ് ഇദ്ദേഹം. ഈ ട്രോജൻ വാറിലെ 10 years വാർ ഓഫ് ട്രോയ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു യുദ്ധമാണത്. ട്രോജൻ വാറിലെ ഹീറോ ആയിരുന്നു. അയാളെ കൊല്ലാൻ ആർക്കും കഴിഞ്ഞില്ല.
ശത്രുപക്ഷത്ത് നിന്ന് അമ്പുകൾ എയ്തോടെയിരുന്നു. പക്ഷേ ഈ സീസർ അഖിലീസിൻ്റെ ദേഹത്തൊക്കെ കൊണ്ടിട്ടും അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഒരു അമ്പ് വന്ന് അയാളുടെ ഹീലിൽ തന്നെ കൊണ്ടു, മരിച്ചുപോയി. അപ്പം എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷെ ഒരു ഫേറ്റൽ ഫോൾട്ട് ഉണ്ട്. അപ്പോഴാണ് അഖിലീസ് ഹീൽ എന്ന പ്രയോഗം. അഖിലീസ് ഹീൽ എന്ന് പറയുന്നത്, ചില മനുഷ്യരുണ്ട് നല്ല മനുഷ്യരാ, പക്ഷെ ഒരു ദോഷം വരും, അതെല്ലാ ഗുണത്തെയും കടത്തി വിട്ടും. ഫോർ എക്സാമ്പിൾ, ഡ്രിങ്കിങ് വാസ് അലക്സാണ്ടേഴ്സ് അഖിലീസ് ഹീൽ എന്ന് പറയാറുണ്ട്. അലക്സാണ്ടർ 33-ാമത്തെ വയസ്സ് മരിച്ചുപോയി, പക്ഷേ ഹെവി ഡ്രങ്കാർഡായിരുന്നു. അങ്ങനെയാണ് ആയുസ് പോയത്. അപ്പം അദ്ദേഹത്തിൻ്റെ അഖിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് ആയിരുന്നു. ഇങ്ങനെ ഓരോ മനുഷ്യനും എന്തെങ്കിലും ഒരു ഡെഡ്ലി അല്ലെങ്കിൽ ഫേറ്റൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ ഭാഷാപരമായി നമുക്ക് പറയാം അഖിലീസ് ഹീൽ. മനോഹരമായൊരു ഇഡിയോമാറ്റിക് ഫ്രേസാണ് അഖിലീസ് ഹീൽ. ഇതിന് പിന്നെ ഒരു കഥയുണ്ട്, അതോടെ ഞാൻ പറയാം. ഈ അഖിലീസ് ജനിച്ചപ്പോഴേ അഖിലീസിൻ്റെ അമ്മ ഈ കുട്ടിയെ അണ്ടർവേൾഡിലുള്ള ഒരു നദിയിൽ കൊണ്ടുപോയി മുക്കി. അത് വളരെ പ്രസിദ്ധമായ കഥയാണ് ഞാൻ പറയുന്നത്. എ റിവർ ഇൻ ദി അണ്ടർവേൾഡ്. He plunged the child into a river. ആ റിവറിൻ്റെ പേരാണ് സ്റ്റൈസ് ഓർ സ്റ്റിസ്, അങ്ങനെ പറയാം, സ്റ്റൈസ് ഓർ സ്റ്റിസ്. അവിടെ കൊണ്ടുപോയി ഈ ബേബിയെ ഹീലിൽ പിടിച്ച് മുക്കി. അപ്പോൾ എന്താ പറ്റിയത്? എല്ലാ ഭാഗത്തും വെള്ളം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നനഞ്ഞു, പക്ഷെ ഹീല് മാത്രം നനഞ്ഞില്ല. ആ നദിയിൽ അങ്ങനെ മുക്കിയാൽ, കുഞ്ഞുങ്ങളെ മുക്കിയാൽ അവർ ഇമ്മോർട്ടലാകും, അനശ്വരരാകും, മരണമില്ല അവർക്ക് എന്നുള്ള സങ്കല്പത്തിലാണ്. ഒരു കഥയാണെന്ന് മനസ്സിലാക്കിയുള്ളൂ, ഒരു കഥയാണിത്. സോ the mother held him by the heel which was not wet. അതാണ് പിന്നിലെ കഥ. നമ്മുടെ പറഞ്ഞു വരുന്ന അതല്ല. അഖിലീസ് ഹീൽ എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്, പക്ഷേ അതിനെ നമുക്ക് എപ്പോനിം എന്ന കൂട്ടത്തിൽപ്പെടുത്താം. എപ്പോനിം കാരണം അഖിലീസ് എന്ന ആളിൻ്റെ പേരിൽ വന്ന പ്രയോഗമാണ്. ഇനി ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത് മറ്റൊരു എപ്പോനിം, പെനിലിപ്പീസ് വെബ്. നിങ്ങൾ കേട്ടുണ്ടാകും, പെനിലിപ്പീസ് വെബ്. ആരാണ് പെനിലിപ്പി എന്നറിയാമോ? അന്ധകവിയായിരുന്ന ഹോമറിൻ്റെ ഒഡീസിയിലെ കഥാപാത്രമാണ്. വൈഫ് ഓഫ് ഒഡീഷ്യസ് ഓർ യുളീസസ്. യുളീസസിൻ്റെ ഭാര്യയാണ് പെനിലിപ്പി. ഈ യുളീസസ് രണ്ട് കഥകൾ അതിനെക്കുറിച്ചുണ്ട്. ഈ പെനിലിപ്പീസ് വെബ് എന്ന പ്രയോഗത്തിൻ്റെ ഉറുദിനെ കുറിച്ച് രണ്ട് കഥകളുണ്ട്. ഒരു കഥ, ഈ പെനിലിപ്പിക്ക് വിവാഹം ആലോചിച്ചു പേരൻസ്. പെനിലിപ്പി എന്ത് ചെയ്തു? ഒരു തുണി എടുത്ത് തയ്ക്കാൻ തുടങ്ങി. പറഞ്ഞു, ശരി, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം, ഉത്തരം പറയാം, പക്ഷേ ഇതൊന്ന് നെയ്ത് തീരുന്നുള്ള പറയും, എനിക്ക് സമയം തരണം. കഥ പറയുന്നത് ആ നെയ്ത്തൊരിക്കലും അവസാനിച്ചില്ലെന്നാണ്. അപ്പം പേരൻസ് കൊണ്ടുവന്ന ആലോചന അവിടെ നിന്നു. പെനിലിപ്പീസ് വെബ്. ഇനി മറ്റൊരു ഒറിജിൻ, ഇതിനെക്കുറിച്ചുള്ള മറ്റൊരു ഒറിജിൻ, ഇവരുടെ ഭർത്താവായ ഇവർ യുളീസസുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞു. യുളീസസ് ട്രോജൻ വാറിന് പോയപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. 10 വർഷം നീണ്ടുന്ന യുദ്ധമാണ് വാർ ഓഫ് ട്രോയ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് സമയം പോകുന്നില്ല. അവർ ഒരു തുണി എടുത്ത് നെയ്യാൻ തുടങ്ങി. അത് 10 വർഷം നെയ്തു. 10 വർഷം നെയ്തിട്ടും അത് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ ഇത് ഒറിജിൻ, ഈ പെനിലിപ്പീസ് വെബ് എന്ന പ്രയോഗത്തിൻ്റെ ഒറിജിനുണ്ട്.
പക്ഷെ അർത്ഥം ഇതാണ്, സംതിങ് ദാറ്റ് സീംസ് ടു ബി ഗോയിങ് ഓൺ ദ സർഫസ് ബട്ട് നത്തിങ് ടേക്സ് പ്ലേസ്. എന്തൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും നടക്കില്ല. ഇത് അതിമനോഹരമായ ഒരു പ്രയോഗം, പെനിലിപ്പീസ് വെബ്. നമ്മുടെ 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുന്നത് എന്താ? അവർ 5 ഇയർ പ്ലാൻസ് ആർ എ പെനിലിപ്പീസ് വെബ്. ഏതാണ്ടൊക്കെ നടക്കുന്നു തോന്നുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ പല പദ്ധതികളും അങ്ങനെ പെനിലിപ്പീസ് വെബാണ്. പുരോഗതി എന്ന് നമുക്ക് പറയാം എന്നുള്ള കവിഞ്ഞ് എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നിൽക്കുകയാണ്. പെനിലിപ്പീസ് വെബ് അതിമനോഹരമായൊരു പ്രയോഗമല്ലേ? പെനിലിപ്പിയുടെ പേരിൽ നിന്നാണ് ഈ പ്രയോഗം. പെനിലിപ്പീസ് വെബ് എപ്പോനിം. ഇത് എപ്പോനിമിൻ്റെ ഉദാഹരണമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന എപ്പോനിം നിങ്ങൾ കേട്ടിട്ടുള്ള പലരും കേട്ടിട്ടുണ്ടാകും. ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ക്യാപ്റ്റൻ ബോയ്ക്കോട്ട് ഒരു ഐറിഷ് ലാൻഡ് ഏജൻ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ബോയ്ക്കോട്ട് എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രെൻഡാണ് ഇവിടെ വന്നത്. ബാൻ ചെയ്യുക, എന്തും ബാൻ ചെയ്യുക, ബാർ ചെയ്യുക, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക എന്നുള്ളതാണ്. സോഷ്യലും കൊമേഴ്സ്യലുമായ റിലേഷൻഷിപ്പിനെ കട്ട് ഓഫ് ചെയ്യും. ഒരു ബന്ധവും സോഷ്യലും കൊമേഴ്സ്യലുമായ റിലേഷൻഷിപ്പ് വേണ്ടാൻ തീരുമാനിച്ചാൽ അത് ബോയ്ക്കോട്ട്. സംതിങ് ഈസ് ബീയിങ് ബോയ്ക്കോട്ടഡ്. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്തെ ഗാന്ധിജി പറഞ്ഞു ഫോറിൻ ഗുഡ്സ് എല്ലാം ബോയ്ക്കോട്ട് ചെയ്യണമെന്ന്. അപ്പം അതിൽ നിന്നാണ് ഈ വാക്ക് ബഹിഷ്കരിക്കുക. മലയാളത്തിൽ നമുക്ക് ബഹിഷ്കരിക്കുക എന്ന് പറയാം. അപ്പം ഈ വാക്ക് എങ്ങനെ വന്നു? ഈ ബഹിഷ്കരിക്കുക എന്ന വാക്കിൻ്റെ മീനിങ് എവിടെ നിന്ന് വന്നു? ക്യാപ്റ്റൻ ബോയ്ക്കോട്ടിൻ്റെ ട്രെൻഡിൽ നിന്ന് വന്നു. ബോയ്ക്കോട്ടിൻ്റെ പേരിൽ വന്ന പ്രയോഗമായതുകൊണ്ട് ഇത് എപ്പോനിമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് ഞാൻ പറയുന്ന അവസാനത്തെ എപ്പോനിമാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാനിക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാനിക്, ഫിയർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നറിയാവോ? ഒരു ഗ്രീക്ക് ഗോഡായിരുന്നു പാൻ. ഒരു പ്രാകൃത ഗോഡായിരുന്നു. ഇയാൾ പെട്ടെന്ന് പ്രത്യക്ഷനായിട്ട് ഒരു സഡൻ ടെറർ ക്രിയേറ്റ് ചെയ്യും. ഈ വുഡ് കോസ് എ സഡൻ ടെറർ ബൈ അപ്പിയറിങ് സഡൻലി. അപ്പോൾ ആളുകളെല്ലാം പാനിക്കി, ദേ ഗെറ്റ് പാനിക്കി, ഭയചകിതരാകും. ധാരാളം ഫ്രേസസ് ഉണ്ട് ഈ പാനിക് ഉപയോഗിച്ച്. പാനിക് അറ്റാക്ക്, പാനിക് ബട്ടൺ, പാനിക് സ്റ്റേഷൻസ്. ഇതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ സമയം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഈ ഫ്രേസസും ഇഡിയംസും എടുക്കുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ധാരാളം ഫ്രേസസിന് ഈ പാനിക് എന്ന വേർഡ് ഇടയാക്കുക. പാൻ ഗോഡിൻ്റെ പ്രവണതയിൽ നിന്ന് വന്നതാണ്. പാനിക്കാക്കുക ആളുകളെ. വളരെ പ്രാകൃതനായ ഗോഡാന്ന് ഞാൻ പറഞ്ഞു. സഡനായിട്ട് അപ്പീർ ചെയ്യുക, അട്ടഹസിക്കുക, ഷൗട്ട് ചെയ്യുക, ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ, വല്ലാതെ പൊട്ടിച്ചിരിക്കുക, ആളുകൾ പേടിച്ചു പോവുക. അപ്പോൾ ആളുകൾ പാനിക്കാകുന്നു. അപ്പം പാൻ എന്ന ഗോഡിൽ നിന്നാണ് പാനിക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എപ്പോനിമാണ്. ഇത് കാണിക്കുന്ന ഒരു സവിശേഷതയുണ്ട്. ദി പവർ ഓഫ് മിതോളജി ഓൺ ലാംഗ്വേജ് ആണ്. മിതോളജി ആൻഡ് ലാംഗ്വേജ് ഇത് വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ പല ഭാഷകളും മിതോളജി എന്ന് വരുന്നതാണ്. ഏത് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ഒരടിസ്ഥാന ഘടകമാണ് മിതോളജി. മിതോളജി ഈസ് വെരി പവർഫുൾ. അപ്പം പാനിക് എന്ന വേർഡ് പാൻ എന്ന ഗോഡിൻ്റെ പവറിനെ കാണിക്കുന്നു. ഞാനൊരു കഥ പാനിനെ കുറിച്ച് പറയാം. ഒരു ദിവസം കുറേ പെൺകുട്ടികൾ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുളത്തിൽ. പാൻ അവിടെ കരയ്ക്ക് നിന്നുകൊണ്ട് ഷൗട്ട് ചെയ്യാനും അട്ടഹസിക്കാനും തുടങ്ങി. ഈ കുട്ടികളെല്ലാം ഓടിപ്പോയി, കരഞ്ഞുകൊണ്ട് ഭയന്ന് ചകിതരായി ഓടിപ്പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ കാണിക്കുന്ന ഒരു ഗോഡായിരുന്നു. ആളുകളെ ഭയപ്പെടുത്തിയിട്ട് രസിക്കുക, പാനിക്ക്. അപ്പം ഇന്ന് ഞാൻ എത്ര എപ്പോനിംസ് പറഞ്ഞു? 7 എപ്പോനിംസ് പറഞ്ഞു. ഇവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇനിയും നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും.
കൂടുതൽ എപ്പോനിംസിലേക്ക് വരാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഈ ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായകരമാണെങ്കിൽ അത് പറയണം. ഒന്നുമില്ലെങ്കിൽ ഒരു 7 പ്രയോഗങ്ങൾ ഇപ്പം മനസ്സിലായി. സ്പൂണറിസം എന്താണ്, മാലപ്രോപ്പിസം എന്താണ്, പാനിക് എന്ന വാക്ക് ഇവിടെ നിന്ന് വന്നു, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, പെല്ലിപ്പീസ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്കിലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം ഇപ്പം മനസ്സിലായല്ലോ. ഇതെല്ലാം ഭാഷയെ നമ്മൾ പ്രയോഗിക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം.